നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധാറാം അധ്യായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ 35-ാം ശ്ലോകത്തിങ്കിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ ഭാഗവത ശാസ്ത്രം സമാപ്തി വരുത്തിയിട്ട് ഭഗവാൻ ശുഗൻ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ചെയ്തതല്ലേ. അപ്പം ശാസ്ത്രസമാപ്തിയിൽ ഗുരുവിനെ വന്നിച്ച് യാതൊരുത്തൻ അദ്ദേഹം യാതൊരുത്തൻ്റെ ചരണാരവിന്ദം ഭഗവാൻ വ്യാസൻ്റെ ധ്യാനിക്ക മൂലം ഈ ഭാഗവത സംഹിത ഞാൻ അറിഞ്ഞു, എനിക്കറിയാൻ സാധിച്ചു. ജ്ഞാനാദികളായിട്ടുള്ള ഷഡ്ഗുണങ്ങളുടെയും 6 ഗുണങ്ങളുടെയും പരിപൂർണ സ്ഥാനഭൂതനും സൂക്ഷ്മബുദ്ധി കൊണ്ട് ഭഗവത് തത്വം സാക്ഷാത്കരിച്ചു ഇരിക്കുന്ന ആ കൃഷ്ണനായിക്കൊണ്ട്, വ്യാസമഹർഷിക്കായിക്കൊണ്ട്, കൃഷ്ണദ്വൈവാൻ എന്നാണല്ലോ ഭഗവാന്റെ പേര്, നമസ്കാരം എന്ന് പറഞ്ഞ് ശൗനകുമിനി ഇവിടെ അവസാനിപ്പിക്കുക. ശൗനകൗവാചാം. അപ്പോൾ ഇനി ശൗനക മഹർഷിയുടെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. പൈലാദിഭിർ വ്യാസശിഷ്യൈർ വേദാചാര്യൈർ മഹാത്മഭി വേദാശ്ച കഥിതാ വ്യസ്ത ഏതത് സൗമ്യാഭിധേഹിനാ. പൈലാദിഭിർ വ്യാസശിഷ്യൈർ വേദാചാര്യൈർ മഹാത്മഭി വേദാശ്ച കഥിതാ വ്യസ്ത ഏതത് സൗമ്യാഭിധേഹിന. വ്യാസന്റെ ശിഷ്യരും വേദാചാര്യൈ വേദത്തെ പ്രചരിപ്പിച്ചൂരും മഹാത്മാക്കളായിട്ടുള്ള പൈലാദികളാൽ വേദങ്ങൾ കഥിത എത്രയിട്ട് വ്യസ്ത വിഭജിക്കപ്പെട്ടു. സൗമ്യാഹി സാധു ഏതത് ഇതിനെ ന അഭിധേഹി ഞങ്ങളോട് പറയാം. വ്യാസരീന്ന് പുരാണ സംഹിത പഠിച്ചു എന്ന് സൂതം പറഞ്ഞു കേട്ട ശൗനകൻ പുരാണ സംഹിതകളുടെ വിഭാഗത്തെ മുഴുവനും അറിയണമെന്നുള്ള മോഹത്തോടുകൂടി ചോദിക്കാൻ ഭാവിച്ച കൂട്ടത്തിൽ പ്രസംഗവശാൽ വേദവിഭാഗത്തെക്കുറിച്ച് ആദ്യമായിട്ട് ചോദിക്കുക. ശൗനകൻ പറയാം, സാധു വേദവ്യാസൻ്റെ ശിഷ്യരും വേദം പ്രചരിപ്പിച്ച ആചാര്യന്മാരും മഹാത്മാക്കളായിട്ടുള്ള പൈലൻ മുതലായവർ വേദങ്ങളെ എത്രയായിട്ട് വിഭജിച്ച് അത് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് പറയാം. സൂതൗവാചാം. സമാഹിതാത്മനോ ബ്രഹ്മണ പരമേഷ്ഠിനാ ഹൃദ്യാകാശാദ് അഭുന്നാദോ വൃത്തിരോധാദ് വിഭാവ്യതേ. ബ്രഹ്മൻ ഹേ ബ്രാഹ്മണോത്തമ സമാഹിതാത്മന ഭഗവത് ധ്യാന നിഷ്ഠനും പരമേഷ്ഠിനും ഉത്തമാധികാരിയായിരിക്കണവനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തൊന്ന് അഭുനാദുണ്ടായി. വൃത്തിരോധാത് വ്യാപാരം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് വിഭാവ്യത അറിയപ്പെടുന്നു. ഇപ്പോൾ വേദവിഭാഗത്തെ പറ്റി പറയണതിന് മുമ്പ് വേദാവിർഭാവത്തെ പറയണേ. സ്വന്തം ജന്മസ്ഥാനായിട്ടുള്ള ശ്രീനാരായണമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് പരമ ഉത്കൃഷ്ടസ്ഥാനത്ത് വസിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തുനിന്ന് നാദം ഉണ്ടായി അല്ലേ. നാദബ്രഹ്മം ഉണ്ടായി. നാദബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ നാദബ്രഹ്മം? നമുക്കൊക്കെ ഇത് എന്താണെന്ന് അറിയണ്ടേ. നമ്മുടെ ശ്രോത്രപുടങ്ങളെ ചെവി രണ്ടും കൈകൊണ്ട് അടച്ചാൽ ഒരു നാദം എല്ലാവർക്കും കേൾക്കാം. എന്താണ് നാദം? ശംഖ് വെറുതെ ചെവിട്ടിൽ വെച്ച് ഒരു ശബ്ദം കേൾക്കില്ലേ, അല്ലെങ്കിൽ കടൽ എരമ്പണ ഒരൊച്ച, അതാണ് നമുക്കൊക്കെ അനുഭവം. എല്ലാവരും പരിശ്രമിച്ചോളൂ. ആ നാദം തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ അഭിവ്യക്തി പ്രാപിച്ച് ഉണ്ടായേന്ന് അങ്കുരിച്ചെന്ന് പറയാം. യത് ഉപാസനയാ ബ്രഹ്മൻ യോഗിനോ മലമാത്മന ദ്രവ്യക്രിയ കാരകാഖ്യം ധൂത്വായാന്ത്യ പുനർഭവം. ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ യത് ഉപാസനയാ, നിൻ്റെ ഉപാസനം കൊണ്ട് യോഗികൾ ദ്രവ്യക്രിയാകാരകാഖ്യം, ദ്രവ്യം ക്രിയാകാരകം ഈ ആഖ്യയോടുകൂടിയ ആത്മനാമലം ആത്മാവിൻ്റെ മാലിന്യം ധുത്വ കളഞ്ഞ് അപുനർഭവം പുനർജന്മത്തെ യാന്തി പ്രാപിക്കുന്നു. പ്രസംഗവശാൽ നാദത്തെ ഉപാസിക്കണവർക്ക് മോക്ഷം ലഭിക്കുന്നുള്ള സംഗതി പറയുകയാണേ. ഹേ ബ്രാഹ്മണോത്തമനായിട്ടുള്ള ശൗനക ഋഷി, ഹൃദയാകാശത്തിൽ അഭിവ്യക്തി പ്രാപിച്ച ഉത്ഭവിച്ച ആ നാദത്തിൻ്റെ ഉപാസന കൊണ്ട് യോഗികൾ അതിഭൂതം അധ്യാത്മ അധിദൈവം
ഈ പേരോടുകൂടിയ 3 വിധ ദോഷവും നശിപ്പിച്ച് പുനർജന്മരഹിതമായിരിക്കുന്ന പരമബോധം പ്രാപിക്കും. 3ആയിട്ടും വിളങ്ങുന്ന വസ്തു നിർവികാരസ്വരൂപനായിട്ടുള്ള പരമാത്മാവ് തന്നെ എന്നുള്ള സാക്ഷാത്കാരം യോഗികൾക്ക് നാദാനുസന്ധാനത്തിൽ നിന്ന് ഉണ്ടാവുന്നു സാരം. തതോ ഭൂത്രി വൃത് ഓങ്കാരോ യോ അവ്യക്ത പ്രഭവസ്വരാട് യത്തല്ലിംഗം ഭഗവതോ ബ്രഹ്മണ പരമാത്മന തഥാ അതിൽ നിന്ന് തീവ്രത് 3 മാത്രകളോടുകൂടിയ ഓങ്കാര പ്രണവം അഭൂതായി യാതൊന്ന് അവ്യക്ത പ്രഭ അവ്യക്തത്തിൽ നിന്ന് ഉത്ഭവിച്ചതും സ്വരാട് സ്വതേ ശോഭിക്കുന്നതുമാണ്. യത് അതുകൊണ്ട് തത് അത് പരമാത്മന ബ്രഹ്മണ പരമാത്മാവായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ലിംഗം ജ്ഞാപകമാണ്. അപ്പം ആ നാദത്തിൽ നിന്ന് അകാരം ഉകാരം മകാരം എന്ന് 3 മാത്രകളോടുകൂടിയ ഓങ്കാരം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രോത്രപുടം അല്ലേ, ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചാൽ കേൾക്കണ അതാണ് നാദബ്രഹ്മം. അതിൽ നിന്നാണ് ഓങ്കാരം ഉണ്ടായി എന്ന് പറയാം. അകാരം ഉകാരം മകാരം 3 മാത്രകളോടുകൂടി അത് സ്വയമേവ ഹൃദയത്തിൽ പ്രകാശിക്കണാണേ. അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം അവ്യക്തമായിരിക്കണ ബ്രഹ്മമാണ്. അതുകൊണ്ട് ആത്മാവിന് അഭിന്നമായിരിക്കണ ബ്രഹ്മത്തെ ബോധിപ്പിക്കണ വാചകം ആണ് പ്രണവം. ഓം തത് സതിഥി നിർദ്ദേശു ബ്രഹ്മണസ്ത്രിവിധ സ്മൃത. ഓം തത് സത് എന്നുള്ള 3 അക്ഷരങ്ങളും ബ്രഹ്മവാചകമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവ് തന്നെ അരുളി ചെയ്തേക്കണു. ശൃണോതി ഐമം സ്ഫോടം സുപ്തശ്രോത്രേ ച ശൂന്യദൃക് യേന വാക്വ്യജ്യതേ യസ്യ വ്യക്തതിരാകാശ ആത്മന സുപ്തശ്രോത്രേ. ശ്രോത്രം സുപ്തായിരിക്കും വിഷയത്തിലും ശൂന്യദൃക് ശൂന്യത്തിലെ ദർശനത്തോടുകൂടിയായ യാതൊരുത്തൻ ഇമം സ്ഫോടം ശബ്ദത്തെ ശൃണോതി ശ്രവിക്കണു. ഏന അതുകൊണ്ട് വാക്വ്യജ്യത വാക്ക് വ്യഞ്ചിക്കപ്പെടുന്നു. യസ്യ യാതൊന്നിൻ്റെ വ്യക്തി സ്പഷ്ടത ആത്മന ആകാശ ഹൃദയാകാശത്തിൽ ഭവിക്കുന്നു എന്ന് പറയാം. അപ്പോൾ പരമാത്മാവിനെ ജീവാത്മാവിന് വേർതിരിച്ചറിയാനുള്ള ഉപായം പറയുകയാണ് ഈ പ്രണവം അല്ലേ. യാതൊരു പ്രണവം ഹൃദയാകാശത്തിൽ സ്വതേ വിളങ്ങണോ. യാതൊരു പ്രണവമാവണ ബീജത്തിൽ നിന്ന് ശബ്ദബ്രഹ്മം ലോകത്തിൽ സർവശബ്ദം ഉണ്ടായ പ്രണവത്തിൽ നിന്നാണ്. ആ പ്രണവത്തെ ശ്രവണേന്ദ്രിയ വൃത്തി ഇല്ലാണ്ടിരിക്കുമ്പോഴും അല്ലേ കിടന്നുറങ്ങുമ്പോഴും യാതൊരുത്തനെ അറിയണോ അവൻ പരമാത്മാവാണ്. അപ്പോൾ ജീവാത്മാവ് തന്നെ ഹൃദയാകാശത്തിൽ വിളങ്ങണ ശബ്ദത്തെ ശ്രവിക്കണു എന്ന് നിശ്ചയിക്കണം. എന്തിനാ വിരോധം എന്ന് ശങ്കിക്കേണ്ട. ജീവന് ശ്രോത്രാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ കൂടി മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. പരമാത്മാവിന് അങ്ങനെയല്ല. സ്വതേ ജ്ഞാനസ്വരൂപനായതുകൊണ്ട് ജഡങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗാഠനിദ്രയിൽ ഇന്ദ്രിയാദികളെല്ലാം ലയിക്കുമ്പോഴും ശബ്ദം ശ്രവിക്കുകയും തന്നിമിത്തം ജീവനെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. ഉറക്കത്തിൽ ഒരുത്തിനെ വിളിക്കുന്ന സമയം അവൻ ഉണരണ്ടല്ലോ. ആ വിളിച്ച ശബ്ദം കേൾക്കണ ജീവനല്ല കേട്ടോ. ഇന്ദ്രിയങ്ങളടങ്ങിയിരിക്കണോണ്ട് ജീവന് ശബ്ദശ്രവണത്തിന് ഉപകരിക്കുന്ന ശ്രോത്രേന്ദ്രിയം അപ്പോൾ ലയിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശബ്ദം ശ്രവിച്ചും ജീവനെ ഇന്ദ്രിയ ഉന്മുഖനായിട്ട് ഉണർത്തി വിട്ടതും പരമാത്മാവാണ് അറിഞ്ഞോളണം. സ്വധാംനോ ബ്രഹ്മണ സാക്ഷാൽ വാചക പരമാത്മന സർവ മന്ത്രോപനിഷത് വേദ ബീജം സനാതനം. സ്വധാംനോ ബ്രഹ്മണ സാക്ഷാൽ വാചക പരമാത്മന സസർവമന്ത്ര ഉപനിഷത് വേദബീജം സനാതനം. സ്വധാംന തൻ്റെ ആശ്രയമായിട്ടും പരമാത്മാവായിട്ടിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ സാക്ഷാൽ വാചക സാക്ഷാത്തായിട്ടുള്ള വാചകവും സർവമന്ത്ര ഉപനിഷത്ത് സർവമന്ത്രങ്ങളുടെ രഹസ്യവും വേദബീജം വേദങ്ങളുടെ ബീജമായിട്ടുള്ള അത് സനാതനം അവികാരിയാണ്. അപ്പോൾ ആ പ്രണവത്തിൻ്റെ ആശ്രയമായിട്ടും പരമാത്മാവായിട്ടിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാലായിട്ട് ബോധിപ്പിക്കുന്ന ആ പ്രണവം സർവമന്ത്രങ്ങളുടെ രഹസ്യവും സർവവേദങ്ങളുടെ ഉൽപ്പത്തിക്കുള്ള മൂലസ്ഥാനവും നിർവികാരമാണ്. ഓങ്കാരത്തിൻ്റെ സ്വരൂപം വാസ്തവമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് സാരം. അപ്പോൾ പ്രണവം ബ്രഹ്മത്തെയാണ് ആശ്രയിച്ചേക്കണേ. ആ ബ്രഹ്മത്തെ സാക്ഷാലായിട്ട് ബോധിപ്പിക്കണതാണ് പ്രണവം എന്ന് സാരം. അപ്പോൾ സർവമന്ത്രങ്ങളുടെയും മൂലവും സർവവേദങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും പ്രണവം തന്നെയാണ്, നിർവികാരമാണ്. ഓങ്കാരത്തിൻ്റെ സ്വരൂപം വാസ്തവമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് സാരം. തസ്യ ഹ്യാസംസ്ത്രയോ വർണ്ണ അകാരാദ്യാ ഭൃഗുവഹ ധാര്യന്തേ ഐസ്ത്രയോ ഭാവ
ഗുണാനാം അർത്ഥവൃത്തയ ഭൃഗുദ്വഹ ഭൃഗുശ്രേഷ്ഠ തസ്യ അതിന് അകാരാദയ അകാരം തുടങ്ങിയ ത്രയ 3 വർണ്ണങ്ങൾ ആസൻ ഉണ്ട്. യയ് അതൊന്നും ഉണ്ട്. ഗുണാനാമർത്ഥവൃത്തയ ഗുണങ്ങൾ നാമങ്ങൾ അർത്ഥങ്ങൾ ഇവയുടെ വൃത്തികൾ എന്ന ത്രയഭാവം 3 ഭാവങ്ങൾ ധാര്യന്തേ ധരിക്കപ്പെടുന്നു. ഓങ്കാരത്തിൽ നിന്ന് സർവ്വപ്രപഞ്ചം ഉണ്ടായെന്ന് കാണിക്കണേ ശൗനകമുനി ഓങ്കാരത്തിൽ നിന്ന് അകാരം ഉകാരം മകാരം ഈ 3 വർണ്ണങ്ങൾ ഓങ്കാരത്തിൽ ചേർന്നേക്കുന്നു. ഈ 3 വർണ്ണങ്ങൾ ലോകത്ത് കാണപ്പെടുന്ന സത്വം രജസ് തമസ് ഈ 3 ഗുണങ്ങളുടെയും ഋക്ക് യജുസ് സാമം 3 വേദങ്ങളുടെയും ഭൂലോകം ഭുവർലോകം സ്വർഗലോകം ഈ 3 ലോകങ്ങളുടെയും ജാഗ്രത സ്വപ്നം സുഷുപ്തി 3 അവസ്ഥകളുടെയും ആശ്രയങ്ങളാണ്. അപ്പം 3 അവസ്ഥകളും ഈ 3 അകാരം ഉകാരം മകാരം ഈ 3 പ്രണവത്തിൻ്റെ 3 ബീജം വർണ്ണങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കണേന്ന് പറയുകയാണ്. തതോ അക്ഷരസമാന്യായം അസൃജത് ഭഗവാനജ അന്തസ്ഥ ഊക്ഷ്മ സ്വരസ്പർശ ഹ്രസ്വദീർഘാദി ലക്ഷണം. തഥാ അവേന്ന് ഭഗവാൻ ഭഗവാനായിട്ടുള്ള ബ്രഹ്മദേവൻ അന്തസ്ഥ ഊക്ഷ്മ സ്വരസ്പർശ ഹ്രസ്വദീർഘാദി ലക്ഷണം. അന്തസ്ഥങ്ങൾ ഊക്ഷ്മാക്കൾ സ്വരങ്ങൾ സ്പർശങ്ങൾ ഹ്രസ്വങ്ങൾ ദീർഘങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി അക്ഷരസമാന്യായം അക്ഷരസമുദായം അസൃജ സൃഷ്ടിച്ചു. ഓങ്കാരമാത്രകളായിട്ടുള്ള അകാര ഉകാരമകാരങ്ങളിൽ നിന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ അന്തസ്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന യ ര ല വ എന്ന അക്ഷരങ്ങളെയും ഊക്ഷ്മാക്കൾ എന്ന് പറയപ്പെടുന്ന ശാഷാസാഹ എന്ന അക്ഷരങ്ങളെയും അകാരം തുടങ്ങിയ സ്വരാക്ഷരങ്ങളെയും സ്പർശങ്ങളെന്ന് പറയപ്പെടുന്ന കകാരം മുതൽ മകാരം വരെയുള്ള 25 അക്ഷരങ്ങളെയും ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന് പറയപ്പെടുന്ന മാത്രാഭേദങ്ങളെയും സൃഷ്ടിച്ചു. സർവശബ്ദവികാരങ്ങളും അവയെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളും നിർവികാരമായിരിക്കണം ഓങ്കാരം തന്നെയെന്ന് സാരം തേനാസൗ ചതുരൂവേദാം ചതുർഭിർ വദനൈർവിഭൂ സവ്യാ ഹൃദികാൻ സ ഓങ്കാരാം ചതുർഹോത്ര വിവക്ഷയാം. തേന ആ അക്ഷരവർഗത്താൽ അസൗ വിഭു ഈ ദേവൻ ചതുർഹോത്ര വിവക്ഷയ ചാതുർഹോത്രത്തെ അറിയാനുള്ള മോഹത്തോടുകൂടി സവ്യാഹൃതികാൻ വ്യാഹൃതികളോടുകൂടിയും സ്വങ്കാരാൻ ഓങ്കാരത്തോടുകൂടിയ ചതുരാഹ വേദം 4 വേദങ്ങൾ അസൃജ സൃഷ്ടിച്ചു. അക്ഷര സമുദായത്താൽ ഹോതാവ് അധ്വർയു ഉദ്ഗാതാവ് ബ്രഹ്മൻ ഈ 4 ഋത്യുക്കുകളാൽ അനുഷ്ഠിക്കപ്പെടുന്ന കൊണ്ട് ചാതുർഹോത്രം എന്ന് പറയപ്പെടുന്ന കർമ്മത്തെ ഉപദേശിക്കാനുള്ള മോഹത്തോടുകൂടി സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മദേവൻ വ്യാഹൃതികളോടും പ്രണവത്തോടും കൂടി 4 വേദങ്ങളെ അങ്ങോട്ട് സൃഷ്ടിച്ചു. പുത്രാൻ അധ്യാപയ താംസ്തു ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ തേതു ധർമ്മ ഉപദേഷ്ടാര സുപുത്രേഭ്യ സമാദിശൻ. താൻ തു അവയെ ബ്രഹ്മർഷികളും ബ്രഹ്മകോവിദാൻ വേദോച്ചാരണ സമർത്ഥരായിട്ടുള്ള പുത്രാൻ മക്കളെ അധ്യയനം ചെയ്യിച്ചു. ധർമ്മോപദേഷ്ടാര ധർമ്മം ഉപദേശിക്കുന്ന തേത്തു അവരാവട്ടെ സുപുത്രേഭ്യ അവരവരുടെ മക്കൾക്ക് സമാദിശം ഉപദേശിച്ചു. ബ്രഹ്മദേവൻ ആ വേദങ്ങളെ ബ്രഹ്മർഷികളും വേദോച്ചാരണത്തിൽ സമർത്ഥരായിട്ടുള്ള മരീച്യാദികളായിട്ടുള്ള മക്കളെ പഠിപ്പിച്ചു. വൈദിക ധർമ്മത്തെ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഒരുങ്ങിയ മരീച്യാദി ഋഷിമാർ ആ വേദങ്ങളുടെ അവരെ മക്കൾക്ക് ഉപദേശിച്ചു. തേ പരമ്പരയാ പ്രാപ്ത തശിഷ്യൈർധൃതവ്രതൈ ചതുർയുഗേഷു അധവ്യസ്ത ദ്വപരാദൗ മഹർഷിഭി ധൃതവ്രതൈ വ്രതനിഷ്ഠരായിട്ടുള്ള തത്തശിഷ്യ അതത് ശിഷ്യന്മാരാൽ പരമ്പര്യക്രമത്താൽ ചതുർയുഗേഷു 4 യുഗങ്ങൾ പ്രാപിക്കപ്പെട്ട് തേ അവ മഹർഷിമാരാൽ ദ്വാപരാവണ ആദിയോടുകൂടിയ യുഗത്തിൽ വ്യസ്ത വിഭജിക്കപ്പെട്ട് ഇപ്രകാരം പരമ്പരാക്രമം അനുസരിച്ചുണ്ടായ വ്രതനിഷ്ഠരായിട്ടുള്ള ശിഷ്യരാൽ കൃതം തുടങ്ങിയ 4 യുഗങ്ങളിലും 4 വേദങ്ങളും നിലനിർത്തപ്പെട്ടു. ദ്വാപരയുഗത്തിൻ്റെ അവസാനം കലിയുടെ ആരംഭത്തിൽ മഹർഷിമാരാൽ ആ വേദം അങ്ങോട്ട് വിഭജിക്കപ്പെട്ടു. ദ്വാപരായുഗ അവസാനമാണ് വേദം വിഭജിക്കപ്പെടുന്നതെന്നാണ് സർവസമ്മതമായിട്ടുള്ള അഭിപ്രായം. ശന്തനു മഹാരാജാവിൻ്റെ സമകാലീനാണ് വേദവ്യാസമുനിയെന്നും ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് അറിയണു. അതുകൊണ്ട് ദ്വാപരാദവു എന്നുള്ള പരത്തിന് ദ്വാപര യുഗാന്തം എന്നൊരു യുഗത്തിൻ്റെ പ്രാരംഭകാലോ ഒരു യുഗം
ഏതൊരു യുഗത്തിൻ്റെ പ്രാരംഭകാലോ ആ യുഗം എന്ന് കൽപ്പിച്ച് കലിയുടെ പ്രാരംഭത്തിൽ വേദങ്ങൾ വിഭജിക്കപ്പെട്ടു എന്ന് നിശ്ചയിച്ചേക്കണേ. ഒരു യുഗത്തിൻ്റെ അവസാനാംശവും മറ്റൊരു യുഗത്തിൻ്റെ ആരംഭത്തെയും യുഗസന്ധ്യയായിട്ട് നിശ്ചയിക്കപ്പെട്ടതായിട്ട് 3-ാം സ്കന്ധത്തിൽ നമ്മൾ യുഗങ്ങളുടെ കാലം നിർണ്ണയം ചെയ്യണ ഘട്ടത്തിൽ പഠിച്ചേക്കണു അല്ലേ. അപ്പോൾ ദ്വാപരയുഗ അവസാനം കലിയുഗത്തിൻ്റെ ആരംഭമെന്ന് ധരിക്കണേൽ വിരോധമില്ല എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യ കാലത വേദാൻ ബ്രഹ്മർഷയൂവ്യസ്യൻ ഹൃദിസ്ഥാച്യുത ചോദിതാ കാലത കാലത്താൽ ക്ഷീണായുഷ ക്ഷീണിച്ച ആയുസോടും ക്ഷീണസത്വാൻ ക്ഷീണിച്ച ധൈര്യത്തോടും കൂടിയവരും ദുർമേധാൻ കുറഞ്ഞ ബുദ്ധിശക്തിയോടും കൂടിയവരായിട്ട് ജനങ്ങളെ വീക്ഷ കണ്ടിട്ട് ഹൃദയസ്ഥാച്യുത ചോദിത ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാൽ പ്രേരിതരായിട്ടുള്ള ബ്രഹ്മർഷിമാർ വേദങ്ങളെ വ്യസ്യൻ വിസ്ബഹിച്ചു. കാലധർമ്മ വ്യത്യാസം നിമിത്തം ജനങ്ങളുടെ ആയുസ് കുറഞ്ഞും ധൈര്യബലാദി ഗുണങ്ങൾ ക്ഷയിച്ചും ബുദ്ധിശക്തി ക്ഷീണിച്ചും കൊണ്ട് വരണത് കണ്ടറിഞ്ഞ മഹർഷിമാർ അവരുടെ ഹൃദയവാസിയായിട്ടുള്ള ഭഗവത് പ്രേരണ നിമിത്തം 4 വേദങ്ങളിൽ നിന്നും സംഹിതകളെടുത്ത് വെവ്വേറെ അങ്ങോട്ട് വിഭജിച്ചു. അസ്മിന്നപ്യന്തരേ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന ബ്രഹ്മേശാദ്യൈർ ലോകപാലൈർ യാചിതൂ ധർമ്മഗുപ്തയേ പരാശരാത് സത്യവത്യാം അംശകലയാ വിഭൂ അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം. ബ്രഹ്മൻ ഹി ബ്രാഹ്മണ അസ്മിൻ അന്തരേ അഭീമന്വന്തരത്തിലും ബ്രഹ്മേശാദ്യൈ ബ്രഹ്മാവ് പരമേശ്വരൻ തുടങ്ങിയ ലോകപാലന്മാരാൽ ധർമ്മഗുപ്തയെ ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് യാചിക്കപ്പെട്ട ലോകഭാവന ഭഗവാൻ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഭഗവാൻ അംശകലയ അംശത്തിൻ്റെ പ്രകൃതിയുടെ അംശകലയോടുകൂടി സത്വഗുണത്തോടുകൂടി പരാശരനീന്ന് സത്യവത്യാം സത്യവതിയിൽ അവതരിച്ച് മഹാഭാഗ ഹേ മഹാഭാഗ്യവാനായിട്ടുള്ളവനെ വേദത്തെ ചതുർവിധം ചക്രേ 4 വിധാക്കി സാമാന്യന വേദവിഭാഗം പറഞ്ഞ ശേഷം വൈവസ്വതമന്വന്തരത്തിൽ വിശേഷമായി ചെയ്ത വിഭാഗം പറയുകയാണ്. ഭഗവത് കഥാശ്രവണത്തിൽ ശ്രദ്ധാദികളുകൊണ്ട് മഹാഭാഗ്യവനായിട്ടുള്ള ബ്രാഹ്മണോത്തമ ബ്രഹ്മാവ് പരമേശ്വരൻ തുടങ്ങിയ ലോകപാലന്മാരാൽ ധർമ്മസംരക്ഷയ്ക്കായി പ്രാർത്ഥിക്കപ്പെട്ട് ലോകാനുഗ്രഹതൽപരനായിട്ട് സർവത്തിനും സമർത്ഥനായിരിക്കുന്ന ഭഗവാൻ ഈ മന്വന്തരത്തിലും പ്രകൃതിയുടെ അംശമായിട്ടുള്ള സത്വഗുണത്തെ ഉപാധിത്വേന പരിഹരിച്ചിട്ട് പരാശരമുനിന്ന് സത്യവതിന്ന് അവതരിച്ച ശേഷം വ്യാസമുനിയായിട്ട് അവതരിച്ച് വേദത്തെ 4ആയിട്ട് അങ്ങോട്ട് വിഭജിച്ചു. ഇഋഗ് അഥർവ യജൂഹു സാംനാം രാശീൻ ഉദ്ധൃത്യ വർഗശാചതശ്ര സംഹിതാ ചക്രൈ മന്ത്രൈർ മണിഗണ ഇവ ഋഗ് അഥർവ യജു സാംനാം ഋഗ് അഥർവം യജുസ് സാമം ഇവയുടെ രാശീൻ സമൂഹങ്ങളെ വർഗശാധൃത്യ വർഗമായിട്ട് ഉദ്ധരിച്ച് മന്ത്രങ്ങളെ കൊണ്ട് മണിഗണ ഇവ രത്നഗണങ്ങളെപ്പോലെ ചതശ്ര സംഹിത 4 സംഹിതകളെ ചക്രേ ചെയ്തു എന്ന് പറയുകയാണ്. 4 വിധാക്കിയത് വിവരിക്കുന്നു. ഋക്ക് അഥർവം യജുസ് സാമം ഈ 4 വേദങ്ങളിൽ നിന്ന് പ്രകരണത്തെ അനുസരിച്ച് മന്ത്രങ്ങൾ വേർതിരിച്ച് 4 വിഭാഗങ്ങളാക്കി നാനാവർണ്ണങ്ങളും ഗുണങ്ങളും ഉള്ള രത്നരാശിയിൽ നിന്ന് പത്മരാഗം നീലം മാണിക്യം മുതലായ രത്നങ്ങളെ വേർതിരിച്ചെടുക്കും പോലെ ഋഗ്വാദി മന്ത്രങ്ങളെ ഭഗവാൻ വേദവ്യാസർ വേർതിരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് 50-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 51 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ